ഹലോ ഗായ്സ്, ഇതാണ് ഗ്ലൂ സ്റ്റോൺ. ഇത് പശ വെച്ചിട്ട് ഒട്ടിക്കുന്ന സ്റ്റോൺ ആണ്. ഇത് ഷുഗർ ബീഡ്സ് ആണ്. ഡ്രസ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പല കളർ അവൈലബിൾ ആണ്. ഇത് മിറർ വർക്കൊക്കെ ചെയ്യുന്ന പല ഷേപ്പിൽ കിട്ടും. ഇത് കട്ട് ബീഡ്സ് ആണ്. ഇതും പല കളറിൽ അവൈലബിൾ ആണ്. അടുത്ത സീക്വൻസ്. നേരത്തെ കാണിച്ച ഗ്ലൂ സ്റ്റോണിൻ്റെ കുറച്ച് സൈസ് കൂടിയതാ. ഇത് ബോൾ സീക്വൻസ് ആണ്. ഇത് വലിയ ബീഡ്സ്. ഇത് മിററിൻ്റെ തന്നെ കുറച്ച് ചെറിയ സൈസ്. ഇതൊക്കെ സീക്വൻസ് ആണ്. ഇത് ബോൾ സീക്വൻസിന് വേറെ കളറാണ്. ഇത് റിംജിം ത്രെഡാണ്. ഇത് വെച്ചിട്ടുള്ള വർക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആരി നീഡിലാണ് ആരി വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെയും പല കളർ അവൈലബിൾ ആണ്. ആരി വർക്കിൻ്റെ നീഡിലാണിത്. ഇത് ഞാൻ സീക്വൻസും ജർദോസിയും വെച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇത് കമ്മൽ കടായി എന്ന് പറയും. ഇതെല്ലാവർക്കും അറിയാലോ, ഫാബ്രിക് ഗ്ലൂ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്നത്. ഇത് മെറ്റാലിക് ത്രെഡാണ്. ഇത് ഷുഗർ ബീഡ്സിൻ്റെ ഗോൾഡൻ കളർ. ഇത് ആരി നീഡിലാണ്. മറ്റേത് സ്റ്റീലിൻ്റെ ആണ്. ഇത് വുഡൻ്റെ ആണ്. ഇതിനകത്താണ് നമ്മൾ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ എടുത്ത് ചെയ്യുന്നത്. വുഡൻ ആരി നീഡിൽ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ, എംബ്രോയ്ഡറി ചെയ്യുന്ന ഹൂപ്പ്. ഇതും പല സൈസിലും അവൈലബിൾ ആണ്. ഇത് ഇപ്പോൾ 8 സൈസാണ്. ഇത് ഈ ചെറുത് 6 സൈസാണ്. ഈ ഹൂപ്സും പല ഷേപ്പിലും സൈസിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന ട്രിമ്മർ. ഇതെന്ന് പറഞ്ഞത് ക്രോഷറ്റ് ചെയ്യുന്ന നീഡിലാണ്. ക്രോഷറ്റിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് പല സൈസിൽ നീഡിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് ക്രോഷറ്റ് ചെയ്യുന്നത്, ക്രോഷറ്റ് ത്രെഡ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക.